മനസ്സിലാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം ഉണ്ടാക്കിയ സിനിമയാണ്. ആരെങ്കിലും കണ്ടതാണോ? ആ സിനിമയിൽ 3 മതങ്ങളെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫിലിം ഡീറ്റെയിലിംഗ് എന്താണെന്നറിയോ? ഒരു മഹാഭാരത ഇൻസ്പയർ ചെയ്ത് നിർമ്മിച്ച സിനിമയിൽ ക്രിസ്ത്യാനിറ്റിയെ പ്രാധാന്യം കൊടുത്തു. അതുപോലെ മൃണാൽ ഠാക്കൂറിനെ കൊല്ലുന്ന സീനുണ്ട്. ആ സീനിൽ ഇസ്ലാമിക ചരിത്രവുമായി പശ്ചാത്തലവുമായിട്ടാണ്. പിന്നെ ദിലീപേട്ടന് തിരിച്ചറിവ് എനിക്ക് പറയാനുള്ളത്, തൊപ്പിയുടെ കൂടെ ഒരു പയ്യന് ഈ മമ്മു പുലിസിയും കാണാൻ പോയി എന്ന് പറഞ്ഞൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടതാവും. അവരൊരു തമാശ രീതി പറഞ്ഞതിനെ അങ്ങനെ ടോർച്ചർ ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആക്കി. മമ്മൂന്റെ കേസ് റിപ്പോർട്ടർ ചാനലിലെ മൊട്ട ദിലീപേട്ടന്റെ വീട്ടിലോട്ട് ക്യാമറ കൊണ്ടുപോയപ്പോ ഒരു മാന്യമായതുകൊണ്ട് എന്റെ വീട്ടിലോട്ട് എങ്ങാനോ ക്യാമറ തൂക്കി വരുന്നെങ്കിൽ അവന്റെ മൊട്ട മാഡം കഴിഞ്ഞാട്ടം എന്ന പാട്ട് സിനിമയാണ്. ഹൈപ്പ് കയറുന്ന പടം തന്നെയാണ്. കാരണം ദിലീപേട്ടന് നല്ല തിരിച്ചറിവാണ്. ബീച്ച് കുറച്ച് ലാലേട്ടനെ കാണാം, ദിലീപേട്ടനെ കാണാം. ഇത് അണ്ണൻ തമ്പി എന്റർടൈനർ ആണ്. ലാലേട്ടൻ തകർത്തും സിനിമ നല്ല പടം, നല്ല പാട്ട്. അടിപൊളിയായിരുന്നു. തകർത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റിയ അടിപൊളി നല്ല പടം. അഴിഞ്ഞാട്ടും അതുപോലെ അവർ തൂക്കിക്കണം. ലാലേട്ടനും ദിലീപേട്ടനും വേറെ അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം ഒരിക്കലും ഒട്ടും ഇതാക്കാത്ത ഗില്ലിമാല ടീമിന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള സാധനം. ദിലീപിന്റെ ഇൻഡസ്ട്രി മൊത്തം ലാലേട്ടന്റെ മ്യൂസിക്കിലെ കാണാൻ പറ്റുമോ? ലാലേട്ടൻ പറഞ്ഞ സംഭവം തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. അതിനൊരു ഡയലോഗ് ഉണ്ട്, ഗില്ലി പാറ അകരകരാന്ന് പറയുന്നത്. കാരണം അത് ഭയങ്കര മാസം പറയാം. പിന്നെ ഭയങ്കര ഡാൻസ് ഉണ്ട് കേട്ടോ. ആ ഡാൻസ് കാണേണ്ട ഡാൻസ് തന്നെയാണ്. രണ്ടുപേരും ചേർന്ന് ഒരേപോലെ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് നല്ലൊരു ഡാൻസ് ആയിട്ട് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എന്റർടൈൻമെന്റ്. ഒരു ഭംഗിക്ക് പറഞ്ഞ പോലെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇനി ഇവിടുന്ന് ഇതിന് മുകളിൽ വയ്ക്കാൻ വരണം, വേറെ ആരെങ്കിലും വരണം. അതല്ലാണ്ട് ഇതിന് മുകളിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഈ സീസൺ തൂക്കി. ഈ സീസണല്ല, 2025 ഈ പറയുന്ന 12 ദിവസം കൊണ്ട് 25 തൂക്കി. വെറും 12 ദിവസം കൊണ്ട് 25 തൂക്കി. ടിക്കറ്റ് കിട്ടാനില്ല, വരില്ല. ടിക്കറ്റിന് കിട്ടുന്നത് ചിന്തിക്കുകയാണ്. അതുപോലെ അവർ തെലുങ്ക് പടത്തിൻ്റെ മാതിരി നിർമ്മാണ രീതികളൊക്കെയാണ്. നല്ലൊരു ഡാൻസ് സീനുണ്ട്. മോഹൻലാൽ വരുമ്പോൾ തന്നെ പറയുന്ന ഒരു ഡയലോഗൊക്കെയാണ്, ഒരു മാസ ഡയലോഗുണ്ട്, ദില്ലി പാല കരകര. ദില്ലി പാല കരകര എന്ന ഡയലോഗുള്ള ലാലേട്ടൻ പറഞ്ഞത്. പിന്നെ ലാലേട്ടൻ്റെ എല്ലാ ഹിറ്റ് പടങ്ങളിലുള്ള പ്രധാന രംഗങ്ങൾ പോലുള്ള അത്തരം ഈ ആക്ഷൻസൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ തൊഴിൽപ്പരിച്ചടി, ചെറുപ്പൂരിട്ട് മറ്റേ സിനിമയിലുള്ള പോലെ കലാപരിപാടികൾ, അതിനൊക്കെ ആക്ഷനുകളൊക്കെ ഉണ്ട്. ഒരു മാസ് മസാല പടം, നല്ല കളർഫുള്ളായിട്ട് ഡാൻസും പാട്ടും നല്ല എൻ്റർടൈൻമെൻ്റ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
ഭാഗമാകാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ആഗോളത്തിൽ അഴിഞ്ഞാട്ട് നമ്മൾ തിയേറ്ററിൽ കണ്ടിറങ്ങി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പോൾ? എന്താ പറയുക, നമുക്ക് പഴയൊരു ദിലീപേണ്ണ തിരിച്ചു കിട്ടിയ ഒരു ഫീൽ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പോയി. അതുകൊണ്ട് അവർ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ രണ്ടുപേരും കൂടെ ഉള്ള കോമ്പോ ബ്രോ ഒന്ന് വേണ്ടി കാണിച്ചോ ബ്രോ. ഒരു സെക്കൻഡ് ബ്രോ, ഒരു സെക്കൻഡ് ബ്രോ.